എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോഡ് വേർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഉബുണ്ടു 22.04 ആണ്. ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇപ്പോൾ ഉള്ള നോഡിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 16 ആണ്. ഇപ്പോൾ കറൻറ്റ് നോഡ് ലേറ്റസ്റ്റ് വേർഷന് LTS വേർഷൻ 18 ആണ്. പിന്നെ കറൻറ്റ് വേർഷൻ 19 ആണ്. നമുക്ക് 18ലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലുള്ളത് 16 ആണ്, എനിക്ക് 18 ആക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി node.js.org എന്ന് പറഞ്ഞ സൈറ്റിൽ കയറാം. എന്നിട്ട് ഡൗൺലോഡിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ node.js വിയ പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേജിലേക്ക് പോകും. ഇവിടെ DBN ആൻഡ് ഉബുണ്ടു ബേസ്ഡ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അടിയിലായിട്ട് ഈ സെയിം പേജിൽ തന്നെ ഇതിൻ്റെ കുറച്ച് അടിയിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ ഒരു ലിങ്ക് കാണാൻ പറ്റും, node.js ബൈനറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് നേരെ പോകുന്നത് ഗിറ്റബിലേക്കാണ്. അപ്പോൾ node.jsൻ്റെ ഗിറ്റബിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഏത് വേർഷൻ വേണമെങ്കിലും നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊജക്റ്റിന് ഇന്ന വേർഷൻ വേണം എന്നുള്ള കമ്പൽസറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിപ്പെൻഡ് ഓൺ ദാറ്റ് കമ്പനി ആൻഡ് പ്രൊജക്റ്റ്. അപ്പോൾ നമുക്ക് ആ വേർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? അപ്പോൾ ഓരോ വേർഷനും സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും node.js LTS വേർഷൻ 18. ഇതാണിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ 16 ഇവിടെ ഉണ്ട്, 18 ഇവിടെ ഉണ്ട്, 19 ഇവിടെ ഉണ്ട്. ഓക്കെ, എല്ലാ വേർഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് 18 ആണ്, വേർഷൻ 18, LTS വേർഷൻ 18. This one. I think what is the difference between this one and this one? node.js 18. നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അതായിരിക്കും ബെറ്റർ. ഇതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് CMD ഓപ്പൺ ആക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതുണ്ടല്ലോ, നമ്മൾ 18 വേർഷൻ്റെ ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. വെയിറ്റ് എ സെക്കൻഡ്. കോപ്പി ചെയ്തു, എന്നിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിന് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ അത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ചില ആളുകളുടെ കേസിൽ ഈ കേളില്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ജസ്റ്റ് കേളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അത്ര മാത്രം ചെയ്താൽ മതി. അതിന് sudo apt get install കേൾ അത്ര മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ കേൾ ഇൻസ്റ്റാൾ ആവും. വീണ്ടും ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോഡൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. sudo apt get install node.js. സോറി, ഇതില്ല, ഡോട്ട് വരില്ല, node.js. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് നോക്കാം അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലേന്ന്. എനിക്ക് ഉറപ്പൊന്നുമില്ല അപ്ഡേറ്റ് ആവോ ഇല്ലേ എന്നുള്ളത്. ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 18 ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ 16 കണ്ടിട്ടുണ്ടാവും. ഇവിടെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, സോറി. അപ്പോൾ നോഡ് വേർഷൻ 18 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഉറപ്പൊന്നുമില്ല ഇനി അപ്ഡേറ്റ് ആവുമെന്നുള്ളത്. കാരണം ഇതിന് മുന്നേ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. അപ്പോൾ പല സമയത്തും
പല ടൈപ്പിലാണ് ഞാനിത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് സൈറ്റുകൾ റെഫർ ചെയ്യും, അതിനൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബാക്കി ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടോ എന്ന് വെച്ചിട്ടും. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.